നമസ്കാരം ബോച്ചെ. ഈ വയനാടിൻ്റെ മണ്ണിൽ ഈ ഒരു മണ്ണിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരുപാട് തവണ വന്നതുമാണ്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ കേരളം കണ്ടതിൽ ഇതിനു മുന്നേ നമ്മുടെ കർണാടകയിൽ അങ്കോളയിൽ അർജുൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വിഷയം ഇതുമെല്ലാം ഏകദേശം സെയിം തന്നെയാണ്. എന്താണ് ഈ ഒരു ഇഷ്യൂവിനെ പറ്റി പറയാനുള്ളത്? ഇതിൽ നമ്മൾ കേരളം വളരെ ഫാസ്റ്റായിട്ട് സിൻസിയറായിട്ട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് അഭിമാനകരമാണ്. കാരണം അവിടെ അർജുൻ്റെ കേസിൽ 2-3 ദിവസമായിട്ട് ഒരു പരിവും ചെയ്യാതെ ഒന്നും അതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു 3 ദിവസം. ഇപ്പോഴും കഷ്ടമാണ്. ഇവിടെ ഉണ്ടായ സമയത്ത് അപ്പം തന്നെ ഗവൺമെൻറ്റും നാട്ടുകാരും എല്ലാവരും ഇമ്മീഡിയറ്റ് അരമണിക്കൂർ ആകുമ്പോഴേക്കും ഇവിടെ ഫയർ എഞ്ചിനെത്തി പെട്ടെന്ന് വർക്ക് തുടങ്ങി. അത്രയും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു. ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് എല്ലാവരും വളരെ ആക്റ്റീവായിരുന്നു, മിലിറ്ററി. അതുകൊണ്ടാണ് ഇത്രയും ഇതിൽ നിന്നുപോയത്. അതല്ല അവിടെ ഉണ്ടായ പോലെ 2-3 ദിവസം ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഇത് എത്ര ആയിരം പേര് മരിക്കും. ഇതൊന്നും ഇവിടെ പിടിച്ചാൽ കിട്ടുന്ന സംഭവമല്ല. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ക്യാമ്പുകളൊക്കെ വിളിച്ചിട്ട് വളരെ വിഷമം ഉള്ള കാഴ്ചകളാണ് കാണുന്നത്. കരച്ചിലും കാര്യങ്ങളൊന്നും നമുക്ക് സഹിക്കുന്നില്ല. പിന്നെ എല്ലാവരുടെയും ഒറ്റ ആവശ്യം എല്ലാവരും പറയുന്ന ഭക്ഷണം ഇതൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടി, അതൊന്നും കുഴപ്പമില്ല. ഞങ്ങൾക്ക് വീടില്ല, ഞങ്ങളുടെ വീട് പോയി, ഞങ്ങൾ ഇനി എവിടെ പോകും? ഞങ്ങളുടെ ഇത്രയും കാലത്തെ സമ്പാദ്യം മൊത്തം പോയി, ഞങ്ങൾ വഴിയാധാരമാണ്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ശരി, അവരുടെ ശരിയായൊരു ആവശ്യം ഇതാണ് ഇപ്പോൾ എന്നുള്ളത് കൊണ്ട് നമ്മളിവിടെ ബോച്ചെ 1000 ഏക്കർ ഉണ്ട് മേപ്പാടിയിൽ. അവിടുന്ന് ഒരു 100 കുടുംബത്തിന് വീട് വയ്ക്കാനുള്ള സ്ഥലം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മൾ അവിടെ വീട് വയ്ക്കുന്നതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ജനങ്ങളുടെ സപ്പോർട്ടോടു കൂടി ചെയ്യണമോ വേണ്ടയോ, അതിലേക്ക് ഇറങ്ങണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അതിൻ്റെ ചർച്ചകൾ നടക്കുകയാണ്. എന്തായാലും എത്ര പേർക്കാണെങ്കിലും അതിൻ്റെ ലാൻഡ് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സമ്മതം അറിയിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടെ, അതായത് ഇപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു ടെറൈനിൽ വണ്ടികളൊക്കെ കയറി പോകണമെങ്കിൽ ഓഫ് റോഡ് വണ്ടിയുടെ ഒരു സാന്നിധ്യം വേണം. കേരളത്തിൽ ഇപ്പോഴത്തെ നിയമം ഓഫ് റോഡ് വണ്ടികളെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇന്ന് തന്നെ ഇവർ കയറും കെട്ടി ഒരുപാട് തവണ വരികയൊക്കെ ചെയ്തു. അപ്പോൾ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഓഫ് റോഡ് 2 വേർഷനുണ്ട്. ഒന്ന് അതിൻ്റെ പോസിറ്റീവ് സൈഡ്, ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്കും സ്പോർട്സ് മാത്രമല്ല സൈഡിൽ ഓഫ് റോഡ് വണ്ടികൾ ആവശ്യം, വേറെ നിവൃത്തിയില്ല. ഓഫ് റോഡ് വണ്ടികൾ വേണം, അത് പോകണം, അതിനൊക്കെ അനുവദിക്കണം. അറ്റ് ദ സെയിം ടൈം അതിൻ്റെ ഒരു എന്താ പറയുക, കുറച്ച് കണ്ടീഷൻസും അതിൻ്റെ വണ്ടിയുടെ കണ്ടീഷൻ കാര്യങ്ങൾ അതിൻ്റെ ഒരു ലിമിറ്റഡ് വേ അതിൻ്റെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവും എന്നുള്ളത് വരുമ്പോഴും ഈ പറഞ്ഞ പോലെ അപകടം ഉണ്ടാകുമ്പോഴും വിഷമങ്ങളും കാര്യങ്ങളും. പക്ഷെ എന്നോർത്തിട്ട് നമ്മളൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. എല്ലാത്തിനും അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിൻ്റെ ഗൈഡ് ലൈൻസ് വെച്ചുകൊണ്ട് നമ്മൾ എല്ലാത്തിനെയും പ്രൊമോട്ട് ചെയ്യണം. ശരിയാണ്, നിയമം ഉള്ളത് കൊണ്ട് എന്തോരം ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നു എന്നുള്ളത് നല്ലതാണ്. ഇപ്പം നിയമത്തിൽ ചെറിയ മാറ്റം വരുത്തണമെന്നാണ് എല്ലാത്തിനും ഒന്നും വെക്കരുത്. എന്നാൽ അറ്റ് ദ സെയിം ടൈം ജനങ്ങളുടെ സുരക്ഷയും കൂടെ കണക്കിലെടുത്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അതാരാ അളിയാ ഹെലികോപ്റ്റർ വന്നു മേളിൽ? പ്രധാനമന്ത്രി അല്ല വന്നു? പറയാറില്ല. നാഷണൽ ഫ്ലാഗിൻ്റെ കൊടിയൊക്കെയാണ് വെച്ചേക്കുന്നത്. മേടിക്കുന്നതായിരിക്കും നല്ലത്. കവർ വരുന്നില്ലല്ലോ. ഹലോ മൈക്കിൽ നോക്കിയോ? മൈക്കിലോടിയോ? വാ ക്യാമറ വിളിക്കോ. ആ
കണ്ടോ, അവിടെയാണ് വെള്ളം പൊട്ടി. എൻ്റെ ഇവിടെയൊക്കെ റെസ്ക്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ട് താഴെ രാഹുൽ ഗാന്ധി. വീട് വേണം, അല്ലേ. ഹൈയാറ്റൊരു ട്രെയിനിങ് ടീം പോകുന്നുണ്ട്. ഹൈയാറ്റ് നമ്മുടെ സ്റ്റാർമോൻ സാറിൻ്റെ നേതൃത്വത്തിലാണ്. നമ്മുടെ സ്റ്റാർമോൻ സാറിൻ്റെയൊക്കെ ടീമാണ്. ഒരു ടെറൈൻ കാണിച്ചു തരാം. ഇതൊരു മലനിരകളാണ് കേട്ടോ. അപ്പോൾ മല വെള്ളം പൊട്ടി വന്നത് ആ 2 മലയ്ക്ക് ഇടഭാഗത്തായിട്ടാണ്. അവിടെ നിന്നാണ് പൊട്ടി വന്നത്. ഇപ്പോഴും മഞ്ഞ് മൂടി നിൽക്കുകയാണ് കേട്ടോ. വെള്ളം ഒഴി ഈ മലയുടെ അടിവാരത്തൂടെ ഇങ്ങനെ വന്ന് ഇതാ പോയി. അപ്പോൾ പല ഡ്രോൺ ഷോട്ടുകളും വിഷ്വൽസൊക്കെ കണ്ടു. നമുക്കതൊന്നും ഇല്ലാത്തതുകൊണ്ട് നദി കൊണ്ടുപോയ സ്ഥലങ്ങൾ ഇതാണ്. മസ്ജിദും പള്ളിയെല്ലാം കൂടെ. എല്ലാം പറയാനാ. മിലിറ്ററിക്കാർ പോകുന്ന നോക്കി. DYFIയുടെ ശംഖുകളാണ് പോകുന്നത്. സഖാക്കന്മാരാണ്. കാണുന്ന മരണം മണ്ടയ്ക്കുന്നതാണ് പൊട്ടി ഒടിച്ചിരിക്കുന്നത്. അവിടെ നിന്നാണ് പൊട്ടി ഒടിച്ചിരിക്കുന്നത്. ക്ലിയറായി.